സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളെ അർത്ഥം മനസ്സിലാക്കി അതിനെ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്നാണ് നാം ഇവിടെ നോക്കുന്നത്. മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. ദശമസ്കന്ധത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 41 ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി. അതിന്റെ അർത്ഥവും അതിനെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. സഹോദരിയെ കൊല്ലുവാനായി വാളെടുത്ത് കോപാകുലനായി നിൽക്കുന്ന കംസനെ സാന്ത്വനിപ്പിക്കാനായി വസുദേവർ പറയുന്ന ഭാഗമാണ്. യതോ യതോ ധാവതി ദൈവജ്യോതിതം മനോ വികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാ രചിതേഷു ദേഹി അസൗ പ്രപദ്യമാനഃ സഹ തേന ജായതേ. യതോ യതോ ധാവതി ദൈവജ്യോതിതം മനോ വികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാ രചിതേഷു ദേഹി അസൗ പ്രപദ്യമാനഃ സഹ തേന ജായതേ. വികാരാത്മകം, വികാരസ്വരൂപമായും സങ്കല്പ വികല്പാത്മകമായും. വികാരാത്മകം, സങ്കല്പ വികല്പാത്മകമായും. ദൈവചോദിതം മനഃ, കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായുമുള്ള മനസ്സ്. സങ്കല്പ വികല്പാത്മകമായും കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായ മനസ്സ്. പഞ്ചസു, പഞ്ചഭൂതങ്ങൾ, പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളിൽ. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. ഈ പഞ്ചഭൂതങ്ങളിൽ പഞ്ചസു, പഞ്ചസു ഗുണേഷു, ഈ പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങളിൽ. മായാരചിതേഷു, ഈശ്വര ശക്തിയാൽ നിർമ്മിക്കപ്പെട്ട നാനാദേഹങ്ങളിൽ വെച്ച്. യതഃ യതഃ, ഏതേതിലേക്ക്. ധാവതി, പാഞ്ഞു പോകുന്നുവോ. ആപ, അതിനെ പ്രാപിക്കുന്നുവോ. തേന സഹ, അതോടുകൂടി. പ്രപദ്യമാനഃ, ചേർന്നുകൊണ്ട്. അസൗദേഹി, ആ ജീവൻ. ജായതേ, ജനിക്കുന്നു. ഇതല്പം തത്വജ്ഞാനപരമായ വാക്കുകളാണ്. ഗ്രഹിക്കുവാൻ അല്പം സങ്കീർണം ആയതുമാണ്. അതുകൊണ്ട് സാമാന്യ ബുദ്ധികളായ നമുക്ക് അതിൽ അത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല. മനനം ചെയ്ത് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആകാം. സങ്കല്പ വികല്പാത്മകമായി കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളിൽ ഈശ്വരശക്തിയാൽ നിർമ്മിക്കപ്പെട്ട നാനാദേഹങ്ങളിൽ വെച്ച് ജീവൻ ഏതേതിലേക്ക് പാഞ്ഞു പോകുന്നുവോ അതിനെ പ്രാപിക്കുന്നു. എന്നിട്ട് ആ ദേഹത്തോടു കൂടി ചേർന്നുകൊണ്ട് ആ ജീവൻ ജനിക്കുന്നു എന്ന് വസുദേവർ സാമോപദേശത്താൽ കംസനെ സാന്ത്വനിപ്പിക്കുവാനായി പറയുന്ന വാക്കുകളാണ്.
യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപഞ്ചസു ഗുണേഷു മായാരജിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹതേന ജായത്തെ. വികാരാത്മകം ദൈവചോദിതം മന പഞ്ചസു ഗുണേഷു മായാരജിതേഷു. വികാരസ്വരൂപമായും സങ്കല്പ വികാത്മകമായും കർമ്മത്താൽ പ്രേരിക്കപ്പെട്ട അങ്ങനെയുള്ളതുമായ മനസ്സ് പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങളിൽ ഈശ്വരശക്തിയാൽ നിർമ്മിക്കപ്പെട്ട നാനാദേഹങ്ങളിൽ വെച്ച് യഥയഥാവതി ഏതേതിലേക്ക് പാഞ്ഞു പോകുന്നുവോ ആപ അതിനെ പ്രാപിക്കുന്നു. തേന സഹ പ്രപദ്യമാനഃ അസൗ ദേഹി ജായതേ. അതോടുകൂടി ആ ശരീരത്തോടുകൂടി ചേർന്നുകൊണ്ട് ആ ജീവൻ ജനിക്കുന്നു. ഇതാണ് 42ാമത് ശ്ലോകം. ഈ 42ാമത്തെ ശ്ലോകത്തെ എങ്ങനെ ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ദേഹമായതു പഞ്ചഭൂതൈകം ദേഹമായതു പഞ്ചഭൂതൈകം അതിങ്കലി ദേഹികൾക്കഹം അതിചേതസി ഭവിച്ചെഴും കാലമുണ്ടല്ലോ. ജന്മസങ്കടം പരമാത്മ മൂലഭാവന കൊണ്ടു മുക്തിയോ താനേ വരും. ദേഹമായതു പഞ്ചഭൂതൈകം അതിങ്കലി ഈ ദേഹികൾക്ക് അഹമ്മതി ചേതസി ഭവിച്ചെഴും കാലം ഉണ്ടല്ലോ. ജന്മസങ്കടം പരമാത്മമൂലഭാവന കൊണ്ടു മുക്തിയും താനേ വരും. ദേഹമായത് പഞ്ചഭൂതൈകമാണ്. പഞ്ചഭൂതങ്ങളാണ് ദേഹമായിരിക്കുന്നത്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി, ഇങ്ങനെ അടിസ്ഥാനമായ പഞ്ചഭൂതൈകം, ഈ പഞ്ചഭൂതങ്ങൾ, ഇതിനിൽ ഒന്നില്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽക്കില്ല. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്ന ഈ 5 ഭൂതങ്ങളും ചേർന്നതാണ്. ഇതൊന്നുപോലും ചേരാത്തതായി പ്രപഞ്ചത്തിലൊന്നുമില്ല. ഒരു ജീവനുമില്ല, ഒരു ദേഹിയുമില്ല. അതാണ് ദേഹമായത് പഞ്ചഭൂതൈകം അതിങ്കൽ ഈ ദേഹികൾക്ക് അഹമ്മതി. ഈ പഞ്ചഭൂതൈകമായ ദേഹത്തിൽ അഹമ്മതിയുണ്ട് ദേഹികൾക്ക്, ജീവന്മാർക്ക്. അത്രയും കാലം ജന്മസങ്കടം, അത്രയും കാലം ജന്മസങ്കടമായിരിക്കും. എന്നാൽ പരമാത്മ മൂലഭാവന കൊണ്ട് മുക്തിയും താനേ വരും. ഈ പരമാത്മമായ തത്വമായ ഈ മൂലഭാവന, അതായത് പഞ്ചഭൂതൈകമാണ് ശരീരം, ഇതിൽ അഹമ്മതി ഒന്നും വേണ്ട എന്നുള്ള മൂലഭാവന കൊണ്ട് മുക്തിയും താനേ വരും. കേവലം മനസ് അതിൻ കാരണമെന്നും വന്നു. അത് മനസ്സുകൊണ്ടാണത് നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജീവനും പരനും ഒന്ന് ഇല്ല സംശയമേതും. ജീവനും പരനും ഒന്നു തന്നെയാണ്, സംശയമേതുമില്ല. ഇത്രയുമാണ് ഈ ശ്ലോകത്തെ കുറിച്ച് തത്വചിന്തോദ്ദീപകമായ ഈ ശ്ലോകത്തെ കുറിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ നമുക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്രയും മാത്രമാണ്. യതോ യതോ യാഥാവതി ദൈവചോദിതം മനോവികാരാത്മകമാപഞ്ചസു
ഗുണേഷു മായ രഹിതേഷു ദേഹി അസൗ പ്രപദ്യമാനഃ സഹതേന ജായതേ. വികാരസ്വരൂപമായും, അതായത് സങ്കല്പ വികല്പാത്മകമായും കർമ്മത്താൽ പ്രേരിക്കപ്പെട്ടതായുമുള്ള മനസ്സ് പൃഥ്വി, ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളിൽ ഈശ്വരശക്തിയാൽ നിർമ്മിക്കപ്പെട്ട നാനാദേഹങ്ങളിൽ വെച്ച് ഏതേതിലേക്ക് പാഞ്ഞു പോകുന്നുവോ അതിനെ പ്രാപിക്കുന്നു. അതോടുകൂടി ചേർന്നുകൊണ്ട് ആ ജീവൻ ജനിക്കുന്നു എന്ന് പറയുന്നിടത്ത് ദേഹമായത് പഞ്ചഭൂതൈകം അതിങ്കൽ ഈ ദേഹികൾക്ക് അഹമ്മതി ചേതസി ഭവിച്ചെഴും കാലമുണ്ടല്ലോ. ജന്മസങ്കടം പരമാത്മമൂല ഭാവന കൊണ്ട് മുക്തിയും താനേ വരും. കേവലം മനസ് അതിൻ കാരണം എന്നും വന്നു. ജീവനും പരനും ഒന്ന് ഇല്ല സംശയമേതും. ജീവനും പരനും ഒന്ന് ഇല്ല സംശയമേതും. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഭാഷാവിഷ്കാരം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.